ഹലോ. അതെ, നമ്മുടെ നോമ്പൊക്കെ തുടങ്ങിയില്ലേ. അപ്പോൾ എൻ്റെ മോന് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു മൂന്നാമത്തെ നമ്മുടെ നോമ്പിൻ്റെ എന്നാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, കുറച്ച് പാലൊക്കെ എടുത്തു, പിന്നെ കസ്റ്റേർഡ് പൊടി കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ചെറിയ തട്ടിക്കൂട്ട് ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കസ്റ്റേർഡ് പൊടിയൊക്കെ വേണമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അവനൊരാഗ്രഹം പറഞ്ഞില്ലേ, അത് മാത്രമല്ല തുടക്കം തൊട്ട് നോമ്പൊക്കെ പിടിച്ചും തുടങ്ങിയിട്ടുണ്ട് ആൾ. അപ്പോൾ അവൻ്റെ ഒരു സന്തോഷമല്ലേ നമുക്ക് വലുത്. അപ്പോൾ അവന് ഇഷ്ടമുള്ള എന്തൊക്കെയാണ് അതൊക്കെ നോക്കിയിട്ടാണ് കൂടുതൽ ഇക്കയും ഞാനും മാക്സിമം നോക്കാറുള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ പാല് തിളപ്പിച്ച് കസ്റ്റേർഡ് പൊടി ഇട്ടു, പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് കുറുകി വന്നു. തണുത്ത ശേഷം നമ്മുടെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസായിട്ടോ ഇടുന്നത്. അപ്പോൾ മെയിൻ സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഇതിപ്പോൾ ഗ്രേപ്പ്, പഴം, പിന്നെ എന്താണ് ചെറിപ്പഴം, പിന്നെ കപ്പങ്ങ, തണ്ണിമത്തൻ, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെയൊക്കെയുള്ള സംഭവം, ഈന്തപ്പഴം, ഇത്രയാണ് മെയിൻ വേണ്ടതെന്ന് പറയുന്നത്. ആപ്പിളും പിന്നെ എന്താണ് മാതളവും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ആ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കയ്യിലുള്ള സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രേപ്പ് ഇട്ടു, പിന്നെ ഇതേ പഴം, ചെറിപ്പഴം, പിന്നെ നമ്മുടെ നട്ട്സുകൾ, പിന്നീട് ഈന്തപ്പഴം. പക്ഷേ ഒരു മണ്ടത്തരം പറ്റി കേട്ടോ. ഈന്തപ്പഴം ഇട്ടപ്പോഴത്തേക്ക് അത് നമ്മൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് ചെറുതായിട്ടൊക്കെ വെച്ചതാണ്. പക്ഷേ നല്ല സോഫ്റ്റ് ഈന്തപ്പഴം ആയതുകൊണ്ട് ഉണ്ടായിട്ട് ഇങ്ങനെ അരിയുണ്ട പോലെ അതിൻ്റെ അകത്ത് കിടന്നു കേട്ടോ. അത് ലാസ്റ്റ് എനിക്ക് തന്നെ ഉണ്ട പോലെ കിട്ടുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു അബദ്ധം. പിന്നെ അതേ തണ്ണിമത്തനും കപ്പങ്ങയും കൂടെ ഇട്ടു. എന്തായാലും എൻ്റെ മോന് ഇഷ്ടമൊക്കെ ആയിട്ടുണ്ട്. നമ്മളെ നല്ല സിമ്പിളായിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ്. കാര്യം കുട്ടികൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചോളുമല്ലോ. അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ അവന് അത്യാവശ്യം നോമ്പൊക്കെ തുറന്നിട്ടും ഇടയത്താഴത്തിനൊക്കെ എടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കസ്കസും കൂടെ ഇടുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, മച്ചാന്മാരെ പൊളിച്ചു, അടിപൊളി സാധനം. പക്ഷേ ചെറിയൊരു മണ്ടത്തരം വീണ്ടും പറ്റിയിട്ടുണ്ട്. ഈ കസ്കസ് സംഭവം ഇട്ട് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ, ആ വെള്ളം മൊത്തം അങ്ങ് ഒഴിക്കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തിക്നെസ് കുറച്ച് കുറഞ്ഞോ എന്നൊരു സംശയം. പിന്നെ നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കുന്ന സമയം സംഭവം ഒന്ന് തിക്കായിട്ടുണ്ട്. പക്ഷേ എന്നാലും ആ വെള്ളം ഒഴിക്കേണ്ട അരിച്ചെടുത്തിട്ട് ആ കസ്കസ് അങ്ങ് ഇട്ട് കൊടുത്തെങ്കിൽ സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ അടിപൊളി സ്പെഷ്യൽ സുമി മുഫാസിൻ്റെ ഫ്രൂട്ട് സലാഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇന്നത്തെ നോമ്പ് തുറ, പിന്നെ എല്ലാ ദിവസത്തെയും നോമ്പ് തുറയും അല്ലെങ്കിൽ ഇടയത്താഴമൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ഇച്ചിരി വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ മിസ്സായിപ്പോയി, അത് മറന്നു പോകണ്ട. കാരണം എന്നാലും ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ വരുള്ളൂ. ഒത്തിരി ഒഴിക്കില്ല, കളർ മാറിപ്പം ഒരു 1-2 തുള്ളി അത്രയും മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി ഫ്രീസറിൽ സെറ്റ് ചെയ്ത ശേഷം ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എടുത്ത് പറയാനായിട്ടെന്ന് പറയണത് ഇന്ന് ബീഫ് കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ മോനും ഇക്കയും പള്ളിയിലൊക്കെ പോയിട്ട് അവർ ചായയൊക്കെ കുടിച്ച്